കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. മലയോര മേഖലയിലും തീരപ്രദേശങ്ങളിലും ജില്ലാ ഭരണകൂടം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. മഴ കനത്തതോടെ അജാനൂർ പഞ്ചായത്തിലെ വാർഡ് 15, 16, 17, 18, 19, 20 വാർഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. ഏകദേശം 109ഓളം വീടുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പല വീടുകളിലും തറയോളം വെള്ളം എത്തി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇട്ടമ്മൽ, മത്തായിമുക്ക്, കൊളവയൽ, കടപ്പുറം എന്നിവിടങ്ങളിലുള്ള ജനങ്ങൾ ഏറെ ദുരിതം പേറുകയാണ്. 10ഓളം കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മഴ രൂക്ഷമായി തുടർന്നാൽ ക്യാമ്പ് ആരംഭിക്കുമെന്ന് അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് പറഞ്ഞു. അജാനൂർ പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറി വീടുകളിൽ വ്യാപകമായ നിലയിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയിൽ അജാനൂർ, കടപ്പുറം, അതുപോലെ തന്നെ മത്തായിമുക്ക്, കാറ്റാടി, ഇട്ടമ്മൽ ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി 100ഓളം വീടുകളിൽ വീടിന് തറക്ക് സമാനമായ നിലയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ 10ഓളം കുടുംബങ്ങളിപ്പോൾ അവരെ ബന്ധുവീട്ടിലേക്ക് മാറ്റി താമസിച്ചിരിക്കുകയാണ്. കനത്ത മഴ തുടർന്നാൽ ദുരിതാശ്വാസ ക്യാമ്പ് ഉൾപ്പെടെ തുടങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. വലിയ ഒരു ദുരിതം പേറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ പ്രദേശത്ത് നിലവിലുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പഞ്ചായത്തിന്റെ അധികൃതരും വില്ലേജ് ഓഫീസറും സ്ഥലം സന്ദർശിച്ചു. തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളിക്കോത്ത് പട്ടണത്തിനടുത്തുള്ള പുതിയ വളപ്പിലെ ശാരദയുടെ വീട്ടിൽ വെള്ളം കയറി. വെള്ളിക്കോത്ത് ടൗണിലെ മഴവെള്ളങ്ങൾ തങ്ങളുടെ പറമ്പിലെത്തുന്നതിന്റെ ഭാഗമായാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്നും ഇവർ പറയുന്നു. ഇത് കുറേ വർഷങ്ങളായിട്ടാണ് പിന്നെ ഈ വെള്ളക്കെട്ടിനെ കാണുന്നത്. അത് വെള്ളിക്കോത്ത് നിന്ന് വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് ഉപരിയാലൂടെ വന്ന് നമ്മളപ്പുറത്ത് ആ കിളയിലേക്ക് വീണ് ആ കിളയിൽ ഇങ്ങോട്ട് മറിയുന്നതാണ്. ആ വെള്ളം നമ്മൾ പറമ്പിലേക്ക് കയറി. പറമ്പിൽ വന്നിട്ട് അതിൽ കെട്ടിക്കിടക്കും. അപ്പോൾ അതിൻ്റെ നേരെ തൊട്ടടുത്തുള്ള പറമ്പുകാരൻ പിന്നെ അത് അങ്ങോട്ട് അതിലേക്ക് പോകാൻ വേണ്ടി ഒരു വഴി പണ്ട് വെച്ചതായിരുന്നു. അവൻ വലിയ മതിൽ കെട്ടി, വലിയ മതിൽ ആ മതിൽ കെട്ടി അവൻ അപ്പുറം കോൺക്രീറ്റ് ചെയ്തു, ഈ ഹോൾസ് അടക്കുകയും ചെയ്തു. അപ്പോൾ ഈ വെള്ളം അങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു അവസരമായിരുന്നു. അപ്പം നമ്മളൊരു പഴയ വീടാണ്. അപ്പോൾ അത് ഈ കുറ്റിങ്ങനെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും ഇവർ പറഞ്ഞു. അപകട സാധ്യത ഏറെയുള്ള വീട്ടിൽ ഭയത്തോടെയാണ് ഞങ്ങൾ കഴിയുന്നതെന്നും ഇവർ പറയുന്നു. നോർത്ത് കൊട്ടിച്ചേരി സിറ്റി ചാനലിന് സമീപം കുഞ്ഞുപാത്തുവിന്റെ വീട്ടിലും വെള്ളം കയറി. കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ജില്ലാ ഭരണകൂടം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.